A small crystal of copper sulfate is suspended in a supersaturated solution and an unsaturated solution of copper sulfate. What will be the observation on the next day? ഒരു കോപ്പർ സൾഫേറ്റിന്റെ അതിപൂരിത ലൈനിലും അപൂരിത ലൈനിലും കോപ്പർ സൾഫേറ്റിന്റെ ചെറു ക്രിസ്റ്റൽ തൂക്കിയിട്ടിരിക്കും. അടുത്ത ദിവസം എന്തായിരിക്കും നിരീക്ഷണം? അതിപൂരിത ലൈനിൽ നമ്മൾ ഒരു കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽ നമ്മൾ തൂക്കിയിടുവാണെങ്കിൽ അതൊരു സീഡ് ക്രിസ്റ്റലായിട്ട് വളരുന്ന പരലായിട്ടായിരിക്കും അത് പ്രവർത്തിക്കുന്നത്. അങ്ങനെ അവിടെ എക്സസ് ആയിട്ടുള്ള ലയിച്ചിരുന്ന ഡിസോൾവ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റലൈസ് ഔട്ട് ഓഫ് സൊല്യൂഷൻ ലൈനിൽ ക്രിസ്റ്റലൈസ് ആയി മാറാൻ കാരണമാകും. അപ്പോൾ അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ നമുക്ക് കാണാൻ സാധിക്കുന്ന കൂടുതൽ ക്രിസ്റ്റലുകൾ ആദ്യം ഉണ്ടായതിനേക്കാളും കൂടുതൽ വലിയ ക്രിസ്റ്റലുകൾസ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അപൂരിത ലൈനിൽ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനിലാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഇനിയും എന്താണ് ലീനം കണങ്ങളെ ലയിപ്പിക്കാൻ ആ സൊല്യൂഷന് കഴിവുണ്ട് അല്ലേ? സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ ലയിപ്പിക്കാൻ ആ സൊല്യൂഷന് കഴിവുള്ളതിനാൽ നമ്മൾ തൂക്കിയിട്ടിരുന്ന ചെറിയ കോപ്പർ സൾഫേറ്റിന്റെ ക്രിസ്റ്റൽ ആ സൊല്യൂഷനിൽ അലിഞ്ഞു ചേരുകയും അടുത്ത ദിവസം നോക്കുമ്പോഴത്തേക്ക് ആ ക്രിസ്റ്റൽ നമുക്ക് കാണാനേ സാധിക്കത്തില്ല. കാരണം അത് ഇനിയും സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ അലിക്കാനുള്ള കഴിവ് ആ ലൈനിക്കുള്ളത് കാരണം അത് അപ്രത്യക്ഷം അലിഞ്ഞ് അതിൻ്റെ കൂടെ ആ സൊല്യൂഷനിൽ അലിഞ്ഞു ചേർന്നിരിക്കും. അതുപോലെ തന്നെ ആ ലയനം സുതാര്യവുമായിരിക്കും. നല്ല ക്ലിയർ സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് അടുത്ത ദിവസം കാണാൻ സാധിക്കുന്നത്.